ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ കുറച്ച് അടിസ്ഥാന വിവരങ്ങളാണ്. അതിൽ അക്ഷാംശ രേഖ, രേഖാംശ രേഖ, കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം, രേഖാംശ സ്ഥാനം, അതുപോലെ തന്നെ എന്താണ് അക്ഷാംശ രേഖ, രേഖാംശ രേഖ, അതുപോലെ തന്നെ എന്താണ് ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഗ്രീനിച്ച് രേഖ, ഇതിനൊക്കെ പറ്റിയിട്ടും അതുപോലെ തന്നെ മലനാട്, ഇടനാട്, തീരപ്രദേശം, ഇതിനൊക്കെ പറ്റിയിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ട് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ എന്തായാലും സെറ്റാക്കി എടുക്കാം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഓരോ ക്ലാസ്സുകളുടെയും PDF മറ്റ് അനുബന്ധ വിവരങ്ങളും എല്ലാം നമ്മൾ നൽകുന്നത് നമ്മുടെ ടെലിഗ്രാമിലാണ്. ഇനി നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പും തുടങ്ങിയിട്ടുണ്ട്. ടെലിഗ്രാം ചാനലോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. രണ്ടിന്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. എല്ലാത്തിന്റെയും ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനവും രേഖാംശ സ്ഥാനവും ഒന്ന് നോക്കാം. അതിനു മുമ്പ് എന്താണ് അക്ഷാംശ രേഖ എന്നും രേഖാംശ രേഖ എന്നും അറിയണ്ടേ? രണ്ടും എന്താണ്? സാങ്കല്പിക രേഖകളാണ് അല്ലെ? സാങ്കല്പിക രേഖകളാണ്. അതിൽ ഇതാണ് അക്ഷാംശ രേഖ, ഇങ്ങനെ പോകുന്നതാണ് അക്ഷാംശ രേഖ. ഇതോ ഇങ്ങനെ വരുന്നതാണ് രേഖാംശ രേഖ. അപ്പോ ഇത് അക്ഷാംശം, ഓക്കെ, ഇത് അക്ഷാംശ രേഖ, ഇത് രേഖാംശ രേഖ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് അറിഞ്ഞു തന്നെ പോവാം. ഓക്കെ, ഓരോ വലിയ വലിയ കട്ടിയുള്ള വാക്കുകളൊന്നും നമുക്കിപ്പോ നോക്കണ്ട. നമുക്ക് ജസ്റ്റ് എന്താണെന്ന് കണ്ടറിഞ്ഞു തന്നെ പോവാം. ഓക്കെ, അപ്പൊ ഇതെന്താണ്? അക്ഷാംശ രേഖ. അക്ഷാംശ രേഖ. ഇതിൽ ഈ നടുവിൽ കാണുന്നത് ഇതാണ് ഇക്വേറ്റർ. ഓക്കെ, ഈ കാണുന്നതാണ് ഇക്വേറ്റർ. എന്താണ്? ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഭൂമധ്യരേഖ. ഓക്കെ, ഭൂമധ്യരേഖ. അപ്പൊ അക്ഷാംശ രേഖകൾ നമുക്ക് കിട്ടിയല്ലോ. അക്ഷാംശ രേഖകൾ, ഇതാണ് അക്ഷാംശ രേഖകൾ. അതിൽ ഇതാണ് ഭൂമധ്യരേഖ. ഈ രേഖയാണ് ഭൂമധ്യ രേഖ. നടുവിലായിട്ട് കാണപ്പെടുന്നത് ജസ്റ്റ് അങ്ങനെ അറിഞ്ഞു വെച്ചാൽ മതി. അതാണ് ഭൂമധ്യരേഖ. ഓക്കെ, ഭൂമധ്യരേഖ. സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം കണക്കാക്കുന്നത് അക്ഷാംശ രേഖകൾ ഉപയോഗിച്ചിട്ടാണ്. എന്താണ്? സ്ഥലങ്ങൾ തമ്മിലുള്ള, ഓരോ പ്രദേശങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ദൂരങ്ങൾ അളക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? അക്ഷാംശ രേഖകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ എന്താണ് രേഖാംശ രേഖയുടെ റോൾ ഇവിടെ? ഈ രേഖാംശ രേഖ, അതിൽ നടുവിൽ കാണപ്പെടുന്നതാണ് ഗ്രീനിച്ച് രേഖ. ഏതാണ്? ഗ്രീനിച്ച് രേഖ. അതെന്തിനാണ്? സമയം കണക്കാക്കുന്നതിനാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ സ്ഥലങ്ങൾ തമ്മിലുള്ള എന്ന് പഠിച്ചു വെച്ചാൽ മതി. എന്താണ്? സ്ഥലങ്ങൾ തമ്മിലുള്ള സമയം കണക്കാക്കുന്നതിനാണ് എന്ത്? രേഖാംശ രേഖ. ഓക്കെ, രേഖാംശ രേഖ. അതിലാണ് ഗ്രീനിച്ച് രേഖ. ഓക്കെ, സമയം കണക്കാക്കുന്നത് ഗ്രീനിച്ച് രേഖ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഗ്രീനിച്ച് രേഖനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഭൂമധ്യ രേഖനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം കണക്കാക്കുന്നതിനാണ് അക്ഷാംശ രേഖ, സ്ഥലങ്ങൾ തമ്മിലുള്ള സമയം കണക്കാക്കുന്നതിനാണ് രേഖാംശ രേഖ. അപ്പൊ അക്ഷാംശ രേഖയും കിട്ടി, രേഖാംശ രേഖയും കിട്ടി. അക്ഷാംശ രേഖയിൽ മധ്യത്തിലുള്ളതാണ് എന്ത്? ഭൂമധ്യ രേഖ അല്ലെ? ഭൂമധ്യ രേഖ. അപ്പൊ ഇതാണ് ഭൂമധ്യ രേഖ. എന്താണ്? ഭൂമധ്യ രേഖ. അപ്പൊ ഈ രേഖ എന്താന്ന് ചോദിച്ചാൽ ഗ്രീനിച്ച് രേഖ. ഗ്രീനിച്ച് രേഖ. ഓക്കെ, അത് കിട്ടിയല്ലോ. ഇനി നമുക്ക് നമ്മുടെ കേരളത്തിന്റെ സ്ഥാനവും എല്ലാം അതിൽ നോക്കാം. അതിനു മുമ്പ് കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം. കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 18 മിനിറ്റിനും 8 ഡിഗ്രി 18 മിനിറ്റിനും 12 ഡിഗ്രി 47 മിനിറ്റിനും ഇടയിലാണ്. ഓക്കെ, അപ്പൊ നമുക്കത് വരച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോ ഇതിന്റെ ഉള്ളിൽ ഇതാ ഇങ്ങനെ നിൽക്കുന്നതാണ് കേരളം എന്ന് ജസ്റ്റ് ഒന്ന് വിചാരിക്കുക. അപ്പൊ ഇത് ഇവിടെ ഒരു വര വരുന്നത് കണ്ടോ? ഇതല്ലേ ഇതിന്റെ അറ്റം? ഈ ഭാഗമാണ് 8 ഡിഗ്രി 18 എന്ന് വിചാരിക്കുക. ഇതാണ് 8 ഡിഗ്രി 18 അല്ലെ? ഈ ഭാഗത്തായിട്ട് കാണപ്പെടുന്നതാണ് 8 ഡിഗ്രി 18. ഈ വര, ജസ്റ്റ് ഈ വരയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് ഡൗട്ട് വരും, ഇങ്ങനെ പോകുന്ന വരയല്ലേ? അങ്ങനെ പോകുന്ന വരയല്ല, ഞാൻ ജസ്റ്റ് ഒരു അളവ് തന്നതാണ്. കാരണം ഇങ്ങനെ വരകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കേരളത്തിന്റെ അളവ്. ഇതിൽ ഈ അറ്റത്ത് വരുന്ന ഈ വരയാണ് 12 ഡിഗ്രി 47. ഓക്കെ, ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞുതരാം. ഇത് ഞാൻ ജസ്റ്റ് ഒരു അളവ് വെച്ചതാണ് കേട്ടോ, നിങ്ങൾക്ക് ജസ്റ്റ് അളവ് മനസ്സിലാവാൻ. ഇതിന്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കേരളം നിൽക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഈ അറ്റമാണ് എത്ര? 8 ഡിഗ്രി 18. ഓക്കെ, 8 ഡിഗ്രി 18 മിനിറ്റിനും ഇവിടെ എത്രയാണ്? ഈ അറ്റമായിട്ട് കാണപ്പെടുന്നതാണ് എത്ര? 12 ഡിഗ്രി 47. അപ്പൊ 8 ഡിഗ്രി 18നും 12 ഡിഗ്രി 47 ഇടയിലാണ് എത്ര? ഏതല്ല, എത്രയെന്നല്ല, ഏതാണ്? കേരളം. ഓക്കെ, കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം ചോദിച്ച 8 ഡിഗ്രി 18നും 12 ഡിഗ്രി 47. വരകൾ ഇങ്ങനെയാണ് പോകുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ അക്ഷാംശ രേഖ തന്നെയാണ്. അപ്പൊ അക്ഷാംശ സ്ഥാനമാണ് ഈ സ്ഥാനവും
ഈ സ്ഥാനം ഇതിന്റെ ഇടയിലായിട്ടാണ് ഇത് എന്ത് ഈ കേരളം കാണപ്പെടുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു വട്ടം കൂടി ഒന്ന് പറഞ്ഞുതരാം, എന്റെ ഒരു സമാധാനത്തിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് മനസ്സിലാവണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇതിന്റെ ഉള്ളിൽ, ഈ അളവിന്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ കേരളം വരുന്നത് എന്ന് വിചാരിക്കുന്നത്. ഇവിടെ കേരളം വരുന്നു. ഓക്കെ, ഇതാണ് കേരളം. ഈ കേരളം ഇത് തൊട്ട് ഇതുവരെ നമ്മുടെ കേരളത്തിന്റെ നീളമുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ അക്ഷാംശ സ്ഥാനം ചോദിച്ചാൽ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലല്ലേ, ഇതിന്റെ രണ്ടിന്റെ ഇടയിലായിട്ടാണ് കേരളം. അപ്പൊ ഇത് എന്ന് പറയുന്നത് എന്താണ്? 8 ഡിഗ്രി 18 മിനിറ്റിനും 12 ഡിഗ്രി, ഈ മേലെ കാണുന്നതാണ് 12 ഡിഗ്രി 47 മിനിറ്റ്. അപ്പൊ 8 ഡിഗ്രി 18 മിനിറ്റിനും 12 ഡിഗ്രി 47 മിനിറ്റിനും ഇടയിലാണ് കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം. ഓക്കെ, കേരളത്തിന്റെ എന്ത് സ്ഥാനമാണ്? അക്ഷാംശ സ്ഥാനം. ഓക്കെ, കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 18. ഇനി എന്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണേ. 8 ഡിഗ്രി 18നും 12 ഡിഗ്രി 47നും ഇടയിലായിട്ടാണ് എന്തുള്ളത്? നമ്മുടെ കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം ഉള്ളത്. 8 ഡിഗ്രി 18നും 12 ഡിഗ്രി 47. വാ, 8 ഡിഗ്രി 18നും വാ, എന്റെ പോലെ റിപ്പീറ്റ് ചെയ്ത് വരണേ. ഒരു 5 വട്ടം നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 18നും 12 ഡിഗ്രി 47. ഒന്നായേ. ഇനി പറ, അക്ഷാംശ സ്ഥാനം, കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 18നും 12 ഡിഗ്രി 47 കിട്ടുന്നില്ലേ? അപ്പൊ 8 ഡിഗ്രി 18നും 12 ഡിഗ്രി 47നും ഇടയിൽ. ഒരു വട്ടം കൂടെ, 8 ഡിഗ്രി 18നും 12 ഡിഗ്രി 47 മിനിറ്റിനും ഇടയിൽ. ഓക്കെ, നോർത്ത് ആണ് കേട്ടോ, നോർത്ത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, നോർത്ത് സൈഡ് ഒക്കെ നമുക്ക് പറഞ്ഞുതരാം. അപ്പൊ ജസ്റ്റ് അറിഞ്ഞു വെക്കാം, നോർത്ത് ആണെന്ന് അറിഞ്ഞു വെക്കുക. രേഖാംശം പഠിക്കുമ്പോൾ അതിന്റെ നമുക്ക് പഠിക്കാം. അപ്പൊ 8 ഡിഗ്രി 18നും 12 ഡിഗ്രി 47 മിനിറ്റിനും ഇടയിൽ. ഓക്കെ, 12 ഡിഗ്രി 47 മിനിറ്റിനും ഇടയിലാണ് കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം. അത് കിട്ടിയില്ലേ? ഓക്കെ, ഇനി കേരളം ഏത് അക്ഷാംശത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഉത്തര അക്ഷാംശം. ഓക്കെ, ഈ വരക്ക് മുകളിൽ ഇതാണ് നമ്മുടെ ഭൂമധ്യരേഖ. ഇതിന്റെ മുകളിൽ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ഏതാണ്? ഉത്തര അക്ഷാംശം. ഇതിന്റെ ഈ താഴ്ഭാഗത്തായി കാണപ്പെടുന്നതാണ് ഏത്? ദക്ഷിണ അക്ഷാംശം. അപ്പൊ മേലെ ഉത്തര അക്ഷാംശവും താഴെ ദക്ഷിണ അക്ഷാംശവും. അതിൽ ഈ മേലെ ഭാഗത്തായിട്ടാണ് നമ്മൾ ഉള്ളത്. നമ്മുടെ ഇന്ത്യയും കേരളവും ഒക്കെ ഉള്ളത് എവിടെയാണ്? ഭൂമധ്യരേഖക്ക് മുകളിലാണ്. അപ്പൊ ഉത്തര അക്ഷാംശത്തിലാണ്. അപ്പൊ അക്ഷാംശ സ്ഥാനം ചോദിച്ചിട്ട് ഇനി ഡിഗ്രി അല്ല തരുന്നതെങ്കിൽ എന്ത് സ്ഥാനമാണ്? അക്ഷാംശ സ്ഥാനം ഉത്തര അക്ഷാംശത്തിലാണ് അല്ലെങ്കിൽ ദക്ഷിണ അക്ഷാംശത്തിലാണ് എന്നൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? കേരളം അല്ലെങ്കിൽ ഇന്ത്യ ഉത്തര അക്ഷാംശത്തിലാണ്. ഏതിലാണ്? ഉത്തര അക്ഷാംശത്തിലാണ്. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ഇതാണ് നമ്മളുടെ ഭൂമധ്യരേഖ. ഭൂമധ്യരേഖക്ക് മുകളിൽ ഉത്തര അക്ഷാംശം. ഓക്കെ, ഭൂമധ്യരേഖക്ക് മുകളിലാണ് ഉത്തര അക്ഷാംശം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നു? 8 ഡിഗ്രി 18. ഓക്കെ, 8 ഡിഗ്രി 18 മിനിറ്റ് നോർത്തിനും പിന്നെന്താണ് 12 ഡിഗ്രി 47 മിനിറ്റ് നോർത്തിനും ഇടയിലായിട്ടാണ് നമ്മുടെ കേരളം ഉള്ളത്. അപ്പൊ രണ്ടും നോർത്താണ്. അപ്പൊ നമ്മുടെ കേരളം സ്ഥിതി ചെയ്യുന്നത് നോർത്ത്. എവിടെയാണ്? ഉത്തര അക്ഷാംശത്തിലാണ്. എവിടെയാണ്? ഉത്തര അക്ഷാംശത്തിലാണ്. ഓക്കെ, അത് നമ്മൾ പഠിച്ചല്ലോ. ഇനി നമുക്ക് രേഖാംശ സ്ഥാനം നോക്കാം. അക്ഷാംശ സ്ഥാനം കിട്ടിയല്ലോ. ഇനി ഒരു വട്ടം കൂടി ഒന്ന് പറയണേ. കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം എത്രയാണ്? 8 ഡിഗ്രി 18 മിനിറ്റിനും 12 ഡിഗ്രി 47 മിനിറ്റിനും ഇടയിലാണ് നമ്മുടെ കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം. ഓക്കെ, അപ്പൊ സെറ്റാണ്. ഇനി രേഖാംശ സ്ഥാനം 74 ഡിഗ്രി 52 മിനിറ്റിനും 77 ഡിഗ്രി 24 മിനിറ്റിനും ഇടയിലായിട്ടാണ് നമ്മുടെ രേഖാംശം. ഓക്കെ, കേരളത്തിന്റെ രേഖാംശ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 74 ഡിഗ്രി 52 മിനിറ്റിനും 77 ഡിഗ്രി 24 മിനിറ്റിനും ഇടയിലാണ് കേരളത്തിന്റെ രേഖാംശ സ്ഥാനം. എവിടെയാണ്? ഏത് സൈഡിലായിട്ടാണ്? ഇത് നമ്മൾ പഠിച്ചു. ഇതാണ് നമ്മുടെ രേഖാംശം. ഓക്കെ, നമ്മുടെ രേഖാംശം. അതെ, രേഖാംശം. അതിൽ ഗ്രീനിച്ച് ലൈൻ, ഈ സെന്ററിലൂടെ പോകുന്ന ഈ ഗ്രീനിച്ച് ലൈൻ അതിന്റെ പൂർവ്വഭാഗത്തായിട്ടാണ്, കിഴക്ക് ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, കിഴക്ക്. അപ്പൊ ഏതാണ്? കിഴക്ക്. ഓക്കെ, സെറ്റ് ആണല്ലോ. കിഴക്ക് എന്താണ്? പൂർവ്വ രേഖാംശം. പൂർവ്വ രേഖാംശം അത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. പൂർവ്വ രേഖാംശം. അപ്പൊ കിഴക്ക് ഭാഗത്തുള്ളത് എന്താണ്? പൂർവ്വ രേഖാംശം. അപ്പൊ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ കേരളം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? പൂർവ്വ രേഖാംശത്തിലാണ്. എവിടെയാണ്? പൂർവ്വ രേഖാംശത്തിലാണ്. അപ്പൊ രേഖാംശ സ്ഥാനം ചോദിച്ചാൽ എവിടെയാണെന്ന് ചോദിച്ചാൽ പൂർവ്വ രേഖാംശം. ഓക്കെ, നമ്മൾ അക്ഷാംശം എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരാക്ഷാംശം. രേഖാംശം എവിടെയാണെന്ന് ചോദിച്ചാൽ പൂർവ്വ രേഖാംശം. ഇനി അക്ഷാംശ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 8 ഡിഗ്രി 18നും പിന്നെ എത്രയാണ്? 12 ഡിഗ്രി 47. ഇപ്പൊ നിങ്ങൾക്ക് സെറ്റ് ആയില്ലേ? ഇനി ഡൗട്ട് ഒന്നും വരില്ലല്ലോ. അപ്പൊ 8 ഡിഗ്രി 18നും 12 ഡിഗ്രി 47നും ഇടയിലാണ് നമ്മളുടെ എന്ത് സ്ഥാനം? അക്ഷാംശ സ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ എന്ത് പഠിക്കുന്നു? ഇപ്പൊ എന്താണ് പഠിക്കുന്നത്? രേഖാംശ സ്ഥാനമാണ്. കേരളത്തിന്റെ രേഖാംശ സ്ഥാനം എത്രയെന്ന് ചോദിച്ചാൽ 74 ഡിഗ്രി 52 മിനിറ്റിനും 77 ഡിഗ്രി
24 മിനിറ്റിനും ഇടയിലായിട്ടാണ് നമ്മുടെ രേഖാംശ സ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? പൂർവ്വ രേഖാംശമാണ് അല്ലെ? ഏത് സൈഡ് ആണെന്നും നമ്മൾ പറഞ്ഞു തന്നു. അപ്പോ പൂർവ്വ രേഖാംശമാണ്. ഈ രണ്ട് കണക്കും നിങ്ങൾക്ക് കിട്ടിയോ? ഒരു വട്ടം കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ആദ്യം രേഖാംശ സ്ഥാനം ചോദിക്കാം. ആദ്യം ഏതാണ് രേഖാംശ സ്ഥാനം? കേരളത്തിന്റെ രേഖാംശ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 74 ഡിഗ്രി 52 മിനിറ്റിനും 77 ഡിഗ്രി 24 മിനിറ്റിനും ഇടയിലാണ് കേരളത്തിന്റെ രേഖാംശ സ്ഥാനം. അപ്പൊ അക്ഷാംശ സ്ഥാനമോ 8 ഡിഗ്രി 18 മിനിറ്റിനും 12 ഡിഗ്രി 47 മിനിറ്റിനും ഇടയിലാണ് അക്ഷാംശ സ്ഥാനം. അത് സെറ്റ് അല്ലേ? അതുവരെ സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത നോക്കാം. അടുത്ത നമുക്ക് ഭൂമധ്യരേഖനെ പറ്റിയിട്ട് നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പൊ ഭൂമധ്യരേഖനെ പറ്റിയിട്ട് ഒന്നറിയാം. എന്താണ് ഭൂമധ്യരേഖ? ഇക്വേറ്റർ, ഭൂമധ്യരേഖ നമ്മൾ കാണിച്ചു തന്നു. മധ്യത്തിലൂടെ കടന്നു പോകുന്നില്ലേ? മധ്യത്തിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ് കേട്ടോ. അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് അറിയോ? ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ ആണ് കേട്ടോ. ഏതാണ്? ബ്രസീൽ. നമുക്കറിയാം ഇന്ത്യയേക്കാൾ വലിയ ഒരു രാജ്യമാണ് ഏത്? ബ്രസീൽ. അതിന് അർത്ഥം ഇന്ത്യയിലൂടെ ഭൂമധ്യരേഖ കടന്നു പോകുന്നുണ്ട് എന്നല്ല കേട്ടോ. ഇന്ത്യയിലൂടെ ഭൂമധ്യരേഖ കടന്നു പോകുന്നില്ല. എന്നാൽ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് ബ്രസീലാണ്. ഏതാണ്? ബ്രസീലാണ് ഏറ്റവും വലിയ രാജ്യം. ഭൂമധ്യരേഖ കടന്നു പോകുന്ന, നേരെ അറിഞ്ഞു പഠിക്കണം, ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് ബ്രസീലാണ്. എന്നാൽ ഭൂമധ്യരേഖ ഒരു തലസ്ഥാനത്തിലൂടെ മാത്രമാണ് കടന്നു പോകുന്നത്. ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? ഇക്വഡോറിന്റെ തലസ്ഥാനമായ ക്വിറ്റോ. ഓക്കെ, ഇക്വഡോറിന്റെ തലസ്ഥാനമാണ് ക്വിറ്റോ. ക്വിറ്റോയിലൂടെ എന്ത് കടന്നു പോകുന്നുണ്ട്? ഭൂമധ്യരേഖ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഭൂമധ്യരേഖ കടന്നു പോകുന്ന തലസ്ഥാനം, രാജ്യ തലസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ക്വിറ്റോ ആണ്. ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണെന്ന് പറഞ്ഞു വെച്ചോ? ഏതാണ്? ഇക്വഡോറിന്റെ തലസ്ഥാനമാണ് ക്വിറ്റോ. ആ ക്വിറ്റോ വെച്ചിട്ട് നമുക്ക് വേറെ ഒരു കാര്യം കൂടി പഠിക്കാണ്ട്. ഭൂമധ്യരേഖ മാർക്ക് ചെയ്തിട്ടുള്ള ഏക സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ ക്വിറ്റോലാണ്. ഭൂമധ്യരേഖ മാർക്ക് ചെയ്യണ്ട, നമ്മളിത് പഠിച്ചു. എന്താണ്? സാങ്കല്പിക രേഖയാണല്ലേ? നമ്മൾ സങ്കല്പിക്കുന്ന ഒരു രേഖയാണ് ഈ ഭൂമധ്യരേഖ. അതുപോലെ തന്നെ ഗ്രീനിച്ച് രേഖ, ഇതൊക്കെ എന്താണ്? സാങ്കല്പിക രേഖകളാണ്. ഈ ഭൂമധ്യരേഖ ഒരു സ്ഥലത്ത് മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ക്വിറ്റോ, ഇക്വഡോർ. ഇക്വഡോറിന്റെ തലസ്ഥാനമായ ക്വിറ്റോയിലാണ് ഭൂമധ്യരേഖ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, എവിടെയാണ്? ഇക്വഡോറിന്റെ തലസ്ഥാനമായിട്ടുള്ള ക്വിറ്റോയിലാണ്. അപ്പൊ ഒന്നുകൂടി നോക്കാം. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? അത് ബ്രസീലാണ് അല്ലെ? ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീല്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന തലസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? അത് ക്വിറ്റോ. ഇക്വഡോറിന്റെ തലസ്ഥാനമായിട്ടുള്ള ക്വിറ്റോ ആണ് അല്ലെ? അപ്പൊ ക്വിറ്റോ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണെന്ന് അറിയണം. ക്വിറ്റോനെ പറ്റി നമ്മൾ എക്സ്ട്രാ പഠിച്ച പോയിന്റ് എന്തായിരുന്നു? എന്താണ്? ഭൂമധ്യരേഖ മാർക്ക് ചെയ്തിട്ടുള്ള ഏക സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അത് ക്വിറ്റോ, ഇക്വഡോർ. ഇക്വഡോറിന്റെ തലസ്ഥാനമായിട്ടുള്ള ക്വിറ്റോയിലാണ് ഭൂമധ്യരേഖ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. അപ്പൊ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീല്. തലസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ക്വിറ്റോ. ഇനി ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് ഇന്തോനേഷ്യയാണ്. ഓക്കെ, ഇന്തോനേഷ്യ. അപ്പൊ അതിൽ തന്നെ ഒരു ഏഷ്യ ഉണ്ട്, ഇന്തോനേഷ്യ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഏക ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ. ഭൂമധ്യരേഖയിലെ മരതകം എന്നറിയപ്പെടുന്നത് ഇന്തോനേഷ്യയാണ്. അപ്പൊ അതും കിട്ടിയല്ലോ. ഭൂമധ്യരേഖയിലെ മരതകം എന്നറിയപ്പെടുന്നത് ഇന്തോനേഷ്യയാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ അല്ലെ? ഭൂമധ്യരേഖ കടന്നു പോകുന്ന തലസ്ഥാനമാണ് ഏത്? ക്വിറ്റോ. ഇക്വഡോറിന്റെ തലസ്ഥാനമായ ക്വിറ്റോ. തലസ്ഥാന നഗരം ഏത് എന്ന് ചോദിച്ചാൽ ക്വിറ്റോ. ഇക്വഡോറിന്റെ തലസ്ഥാനമാണ് ക്വിറ്റോ. പിന്നെ നമ്മൾ എന്താണ് അവിടെ എക്സ്ട്രാ പോയിന്റ് പഠിച്ചത്? ഭൂമധ്യരേഖ മാർക്ക് ചെയ്തിട്ടുള്ള, ഇക്വേറ്റർ മാർക്ക് ചെയ്തിട്ടുള്ള ഏക സ്ഥലമാണ് ക്വിറ്റോ. അത് നമ്മൾ പഠിച്ചല്ലോ. ഓക്കെ, ഇനി ഏക ഏഷ്യൻ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഇന്തോനേഷ്യ. ഏതാണ്? ഇന്തോനേഷ്യ. എന്താണ് അറിയപ്പെടുന്നത്? ഭൂമധ്യരേഖയിലെ മരതകം എന്നറിയപ്പെടുന്നത് ഇന്തോനേഷ്യ. അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചല്ലോ. ഭൂമധ്യരേഖയുടെ മരതകം എന്നറിയപ്പെടുന്നു. ഇനി ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ച് കടക്കുന്ന നദി. ഭൂമധ്യരേഖ ഇപ്പോ ഇതാണ് ഭൂമധ്യരേഖ, ഇതാണ് ഭൂമധ്യരേഖ. ഓക്കെ, ഈ ഭൂമധ്യരേഖ, ഈ നദി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ 2 തവണ ഈ നദി മുറിച്ചു കടന്നില്ലേ? അപ്പൊ അതാണ് അവൾ ഉദ്ദേശിക്കുന്നത്. ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ചു കടക്കുന്ന നദിയാണ് കോങ്കോ നദി. ഏതാണ്? കോങ്കോ റിവർ ആണ് കേട്ടോ. ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ചു കടക്കുന്ന നദിയാണ് കോങ്കോ റിവർ. ഏതാണ്? കോങ്കോ റിവർ ആണ്. അപ്പൊ എന്തൊക്കെ പോയിന്റ്സ് പഠിച്ചു? ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ. തലസ്ഥാന നഗരം ഏത് എന്ന് ചോദിച്ചാൽ ക്വിറ്റോ. ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് എന്ന് ചോദിച്ചാൽ ഇക്വഡോറിന്റെ തലസ്ഥാനമായിട്ടുള്ള ക്വിറ്റോ. രണ്ടിലും ക്വാണ്ട്, ക്വിറ്റോയിലും ഒരു ക്വാണ്ട്, അത് വെച്ച് കണക്ട് ചെയ്താൽ മതി. ഇക്വഡോറിന്റെ തലസ്ഥാനം ക്വിറ്റോ, ക്വാ. ഓക്കെ, രണ്ടിലും എന്തുണ്ട്? ക്വാണ്ട് അല്ലേ കേട്ടോ.
രണ്ടിലും ഒരു ക്വാ ഉണ്ട്. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്താൽ മതി. ഇക്വാഡോർ, ക്വിറ്റോ. ക്വിറ്റോ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് എന്ന് ഇനി നിങ്ങൾക്ക് ചോദ്യം വന്നാൽ ഡൗട്ട് വരരുത്. ഇക്വാ, അതിലും ഒരു ക്വാ ഉണ്ട്. ഇക്വഡോറിന്റെ തലസ്ഥാനമാണ് ക്വിറ്റോ. ഇനി ഏക ഏഷ്യൻ രാജ്യം, ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ. ഏതാണ്? ഇന്തോനേഷ്യ. എന്താണ് അറിയപ്പെടുന്നത്? ഭൂമധ്യരേഖയിലെ മരതകം എന്നറിയപ്പെടുന്നത് ഇന്തോനേഷ്യയാണ്. 2 തവണ മുറിച്ച് കടക്കുന്ന നദിയാണ് കോങ്കോ നദി. ഏതാണ്? കോങ്കോ നദി. അപ്പൊ അതും കിട്ടിയല്ലോ. ഇനി ഭൂമധ്യരേഖ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലൂടെ കടന്നു പോകുന്നില്ല. ഓക്കെ, ഭൂമധ്യരേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നില്ല എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ഇന്ത്യക്ക് അടുത്ത്, ഭൂമധ്യരേഖക്ക് അടുത്ത് ഇന്ത്യയിലുള്ള കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് പഠിക്കാണ്ട്. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്തുള്ള ഇന്ത്യൻ തലസ്ഥാന നഗരം ഏത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ തിരുവനന്തപുരമാണ്. ഏതാണ്? തിരുവനന്തപുരമാണ് ഭൂമധ്യരേഖക്ക് ഏറ്റവും അടുത്തുള്ള ഇന്ത്യൻ തലസ്ഥാനം. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരം, അങ്ങനെ പഠിച്ചാൽ മതി. ഏതാണ് തലസ്ഥാന നഗരം? ഭൂമധ്യരേഖയോട്, ഇപ്പോ ഇതാണ് ഭൂമധ്യരേഖ, ഇവിടേക്ക് ആയിട്ടാണ് ഈ തലസ്ഥാന നഗരം ഉള്ളത്. ഏതാണ് തലസ്ഥാന നഗരം? തിരുവനന്തപുരമാണ് കേട്ടോ. ഏതാണ്? തിരുവനന്തപുരം. അപ്പൊ ഏറ്റവും അടുത്തുള്ള തലസ്ഥാന നഗരം ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? തിരുവനന്തപുരമാണ്. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം. എന്താണ്? ഗാന്ധിജി നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചു അല്ലെ? അപ്പൊ അതും ചോദ്യം വരും. ഗാന്ധിജി നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് ഏത് ജില്ലയാണെന്ന് ചോദ്യം വന്ന എന്താണ്? തിരുവനന്തപുരത്തെയാണ് കേട്ടോ. ഗാന്ധിജി നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് തിരുവനന്തപുരത്തെ. പ്രതിമകളുടെ നാട് എന്നറിയപ്പെടുന്നതും തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ ഗാന്ധിജി നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചതും തിരുവനന്തപുരമാണ്. അപ്പൊ പ്രതിമകളുടെ നാടും ഗാന്ധിജി നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചതും തിരുവനന്തപുരത്തെയാണ് കേട്ടോ. ഓക്കെ, ശില്പനഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. ഓക്കെ, ശില്പനഗരം കോഴിക്കോട്. ഇനി അടുത്തുള്ള ഇന്ത്യൻ തലസ്ഥാന നഗരം ഏത് എന്ന് നമ്മൾ പഠിച്ചു. ഏതാണ്? തിരുവനന്തപുരമാണ്. അപ്പൊ നമ്മളോട് ചോദിക്കും അടുത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അതേതാണ്? അത് തമിഴ്നാടാണ് കേട്ടോ. ഏതാണ്? തമിഴ്നാടാണ്. ഏതാണ്? തമിഴ്നാട്. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്തുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്തുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. ഏതാണ്? തലസ്ഥാന നഗരം അത് തിരുവനന്തപുരമാണ്. സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. ഓക്കെ, അടുത്തുള്ള തുറമുഖം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? തൂത്തുക്കുടി തുറമുഖമാണ്. അടുത്തുള്ള തുറമുഖം ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തുറമുഖം ഏത് എന്ന് ചോദിച്ചാൽ തൂത്തുക്കുടിയാണ്. ഏതാണ്? തൂത്തുക്കുടി. ഇനി അടുത്ത നമുക്ക് ഗ്രീനിച്ച് രേഖ പഠിക്കാം. ഓക്കെ, ഗ്രീനിച്ച് രേഖ നമ്മൾ പഠിച്ചു. സമയം നിർണ്ണയിക്കുന്നത് ഗ്രീനിച്ച് രേഖയാണ്. സമയം നിർണ്ണയിക്കുന്നത് ഗ്രീനിച്ച് രേഖയാണ്. അപ്പോ ഇന്ത്യയുടെ സമയം ഗ്രീനിച്ച് സമയത്തോട് എത്ര മുന്നിലാണ്, അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്? 5.5 മണിക്കൂർ മുമ്പിലാണ്. 5.5 മണിക്കൂർ മുന്നിലാണ് കേട്ടോ. അപ്പൊ ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര വ്യത്യാസമുണ്ട് ഇന്ത്യൻ സമയം ചോദിച്ചിട്ട് താഴെ 5.5 മണിക്കൂർ പിന്നിലാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. നിങ്ങൾ 5.5 മണിക്കൂറിന് മാത്രം പഠിച്ചാൽ പോരാ, എന്താണ്? മുന്നിലാണെന്നും പഠിക്കണം. നമ്മൾ പഠിച്ചു. ഇതാണ് ഗ്രീനിച്ച് രേഖ. ഓക്കെ, ഇതാണ് ഗ്രീനിച്ച് രേഖ. അതിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇങ്ങോട്ട് പോകുന്തോറും നമ്മളുടെ സമയം കൂടി വരികയാണ്. സമയം മുന്നോട്ട് പോകണം, അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യക്ക് 5.5 മണിക്കൂർ മുന്നിലാണ് ഇന്ത്യ. 5.5 മണിക്കൂർ. ഓക്കെ, 5.5 മണിക്കൂർ മുന്നിലാണ് ഇന്ത്യ. അപ്പൊ ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് ഇന്ത്യ. ഓക്കെ, ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് ഇന്ത്യ. ഇനി 12 മണിക്കൂർ മുന്നിലുള്ള രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ. ഗ്രീനിച്ച് സമയത്തേക്കാൾ 12 മണിക്കൂർ മുന്നിലുള്ള രാജ്യമാണ് ഏതാണ്? ന്യൂസിലാൻഡ് ആണ് കേട്ടോ. ഗ്രീനിച്ച് സമയത്തേക്കാൾ 12 മണിക്കൂർ മുന്നിലുള്ള രാജ്യമാണ് ഏതാണ്? ന്യൂസിലാൻഡ് ആണ്. ഏതാണ്? ന്യൂസിലാൻഡ്. ഇന്ത്യയുടെ സമയം നമ്മൾ അറിയണം. ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് അല്ലെ. അവിടെ 12 മണിയാണെങ്കിൽ നമുക്ക് എത്രയാണ്? 5.5 മണിയാണ് അല്ലെ. ഗ്രീനിച്ച് സമയം 12 മണിയാണെങ്കിൽ നമുക്ക് 5.5, 1 മണിയാണെങ്കിൽ 6.5, 2 മണിയാണെങ്കിൽ 7.5, അങ്ങനെ പോകും കേട്ടോ. ഓക്കെ, അടുത്തത് ഗ്രീനിച്ച് സമയം കാണുന്ന ക്ലോക്ക്. ഗ്രീനിച്ച് സമയം കാണിക്കുന്ന ഒരു ക്ലോക്ക് ഉണ്ട്. ഏതാണ്? ബിഗ് ബെൻ ക്ലോക്ക് ആണ്. ഏതാണ്? ബിഗ് ബെൻ ക്ലോക്ക് ആണ്. ലണ്ടനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബിഗ് ബെൻ ക്ലോക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചോദിക്കും. ഗ്രീനിച്ച് സമയം കാണിക്കുന്ന ബിഗ് ബെൻ ക്ലോക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ലണ്ടനിലാണ്. എവിടെയാണ്? ലണ്ടനിലാണ്. അപ്പൊ ഗ്രീനിച്ച് സമയം കാണിക്കുന്ന ക്ലോക്ക് ആണ് ബിഗ് ബെൻ ക്ലോക്ക്. ഏതാണ്? ബിഗ് ബെൻ ക്ലോക്ക് ആണ്. ഇനി 82.5 ഡിഗ്രി കടന്നു പോകുന്ന പട്ടണങ്ങൾ. നമ്മുടെ ഗ്രീനിച്ച് സമയം കണക്കാക്കുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റ് ആയിട്ടാണ്. എവിടെയാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ് ആയിട്ടാണ് ഇന്ത്യയുടെ ഗ്രീനിച്ച് സമയം കണക്കാക്കുന്നത്. അപ്പൊ അത് കടന്നു പോകുന്ന നഗരങ്ങൾ ഏതൊക്കെയാണ്, പട്ടണങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ അലഹബാദ്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് അല്ലെ. അലഹബാദും പിന്നെ ഏതാണ്? കാക്കിനഡ, ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ. ഈ 2 സ്ഥലങ്ങളും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, 82.5 ഡിഗ്രി ഈസ്റ്റ് കടന്നു പോകുന്നത്, 82.5 ഡിഗ്രി ഈസ്റ്റ് കടന്നു പോകുന്ന പട്ടണങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? അലഹബാദും കാക്കിനഡ.
ഓക്കെ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കാണിക്കുന്ന ക്ലോക്ക് നമ്മൾ പഠിച്ചു. ഗ്രീനിച്ച് സമയം കാണിക്കുന്ന ഒരു ക്ലോക്ക് നമ്മൾ പഠിച്ചു. ബിഗ് ബെൻ ക്ലോക്ക് എവിടെയാണ്? ലണ്ടനിലാണ്. ഇവിടെ ഈ ക്ലോക്ക് എവിടെയാണെന്നാണ് നമ്മളോട് ചോദിക്കുക. എവിടെയാണ്? മിർസാപൂരിലാണ് കേട്ടോ. അതും ഉത്തർപ്രദേശിലാണ്. മിർസാപൂറും ഉത്തർപ്രദേശിലാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കാണിക്കുന്ന ക്ലോക്ക് ആണ്. ഏതാണ്? മിർസാപൂരിലുള്ള ക്ലോക്ക് ആണ്. ഓക്കെ. അപ്പൊ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്ന ക്ലോക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മിർസാപൂരിലാണ്. എവിടെയാണ്? മിർസാപൂരിലാണ്. ഇനി നമുക്കൊന്നും കൂടി നോക്കാം. കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം എത്രയാണ്? കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 18 പിന്നെ എത്രയാണ്? 12 ഡിഗ്രി 47 ഇടയിലാണ് കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം. അപ്പൊ രേഖാംശ സ്ഥാനമോ 74 ഡിഗ്രി 52 77 ഡിഗ്രി 24 ഇടയിലായിട്ടാണ് രേഖാംശ സ്ഥാനം. ഓക്കെ. ഇനി ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? അത് ബ്രസീലാണ്. തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ക്വിറ്റോ. ഏതിന്റെ തലസ്ഥാനമാണ്? അല്ലെ ഇക്വഡോറിന്റെ തലസ്ഥാനമാണ് ക്വിറ്റോ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഏഷ്യൻ നഗരം അല്ലെ, ഏഷ്യൻ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? ഇന്തോനേഷ്യയാണ്. ഏഷ്യൻ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഇന്തോനേഷ്യ. എന്താണ് അറിയപ്പെടുന്നത്? ഭൂമധ്യരേഖയിലെ മരതകം എന്നറിയപ്പെടുന്നത് ഇന്തോനേഷ്യയാണ്. പിന്നെ 2 തവണ മുറിച്ച് കിടക്കുന്ന നദിയാണ് കോങ്കോ നദി. അപ്പൊ അതും കിട്ടിയല്ലോ. അപ്പൊ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കേരളത്തിനെ പറ്റി നോക്കാം. ഓക്കെ. ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം എന്ന് ചോദിക്കും. എത്രയാണ്? 1.18 ശതമാനമാണ്. 1.18% ആണ്. എന്താണ്? ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം എന്ന് ചോദിച്ചാൽ 1.18 ശതമാനമാണ് കേരളം. എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് എന്ത് വിസ്തീർണം. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അതൊക്കെ ബേസിക് പോയിന്റ്സ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ്? 1.18 ശതമാനം. 38,863 ചതുരശ്ര കിലോമീറ്റർ. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് എന്താണെന്ന് ചോദിച്ചതാണ്. കിഴക്ക് എന്താണ്? കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. ഇതൊക്കെ നമ്മൾ അറിയണ്ടേ. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് എന്ത് എന്ന് ചോദിച്ചാൽ ശരിക്കും പശ്ചിമഘട്ടമാണ്. ഓക്കെ. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ്. ഇവിടെ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് പശ്ചിമഘട്ട മലനിരകൾ കാണപ്പെടുന്നത്. ഓക്കെ. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് പശ്ചിമഘട്ടം കാണപ്പെടുന്നത്. എവിടെയാണ്? ഇവിടെ. കിഴക്ക് എന്താണ്? പശ്ചിമഘട്ടം. അതാവുമ്പോൾ മാപ്പിൽ തന്നെ കാണിച്ചാൽ നിങ്ങൾക്ക് ഡൗട്ട് വരില്ല. അപ്പൊ കിഴക്ക് എന്താണ്? പശ്ചിമഘട്ടമാണ്. എന്നാൽ നമ്മളോട് ചോദിക്കും കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ വെണ്ടക്കാക്ഷരത്തിൽ ഇവിടെ ഇതിന്റെ ഏതാണ്? തമിഴ്നാടാണ്. അല്ലെ? നമുക്കറിയാം കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് തമിഴ്നാടാണ്. അല്ലെ? തമിഴ്നാടാണ്. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. എന്നാൽ കേരളത്തിന്റെ കിഴക്ക് എന്തെന്ന് വെച്ചിട്ട് താഴെ എന്ത് തരും? പശ്ചിമഘട്ടം എന്ന് തരും. എന്താണ്? പശ്ചിമഘട്ടമാണ്. അപ്പൊ നമ്മളുടെ ഉത്തരം സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ മാത്രം നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോയാൽ മതി. നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോകണ്ട, തമിഴ്നാട് എന്ന് ഓർത്താൽ മതി. ഓക്കെ. അപ്പൊ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് എന്ത്? കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ തമിഴ്നാടും. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് പശ്ചിമഘട്ടം. ഓക്കെ. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഭൂപ്രകൃതി ഏതെന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? പശ്ചിമഘട്ടമാണ്. ഇവിടെ നമുക്ക് ഏതാണ്? അറബിക്കടലാണ്. അല്ലെ? പടിഞ്ഞാറ് അറബിക്കടലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പടിഞ്ഞാറ് അറബിക്കടലിന് ചെറുപ്പം തൊട്ട് കേക്ക് വരുന്ന കാര്യമാണ്. ഓക്കെ. അപ്പൊ പടിഞ്ഞാറ് എന്താണ്? അറബിക്കടലും. കിഴക്ക് എന്താണ്? പശ്ചിമഘട്ടവുമാണ്. എന്താണ്? പശ്ചിമഘട്ട മലനിരകളാണ് കിഴക്ക് ഉള്ളത്. ഓക്കെ. ഇനി വടക്ക് എന്താണ്? വടക്ക് കർണാടകയാണ്. അല്ലെ? വടക്ക് കർണാടകയും. തെക്ക് എന്താണ്? തെക്ക് കന്യാകുമാരി. ഓക്കെ. കന്യാകുമാരി. കേരളത്തിന്റെ തെക്ക് കന്യാകുമാരിയാണ് കേട്ടോ. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. കന്യാകുമാരി തമിഴ്നാടാണ്. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് ഇത് കിട്ടിയല്ലോ. എന്നാ പറ കേരളത്തിന്റെ തെക്കു ഭാഗത്ത് എന്താണ്? കേരളത്തിന്റെ തെക്കു ഭാഗത്ത് എന്താണ്? കന്യാകുമാരി. അല്ലെ? കേരളത്തിന്റെ തെക്കു ഭാഗത്തായിട്ടാണ് കന്യാകുമാരി. വടക്ക് ഭാഗത്ത് എന്താണ്? കർണാടക. വടക്കു ഭാഗത്താണ് കർണാടക. കിഴക്കു ഭാഗത്ത് എന്താണ്? കേരളത്തിന്റെ കിഴക്കു ഭാഗത്ത് എന്താണ്? പശ്ചിമഘട്ടം അല്ലെങ്കിൽ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. ഓക്കെ. കേരളത്തിന്റെ കിഴക്കു ഭാഗത്താണ് പശ്ചിമഘട്ടം. എന്താണ്? സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ് കേട്ടോ. കേരളത്തിന്റെ കിഴക്കു ഭാഗത്ത് കാണപ്പെടുന്ന സംസ്ഥാനം, കേരളത്തിന്റെ കിഴക്കൻ അതിർത്തിയിലുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? അത് തമിഴ്നാടാണ്. പടിഞ്ഞാറ് എന്താണ്? അറബിക്കടലാണ്. അതുവരെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. ഇവിടെ ഒരു വര കണ്ടോ? ഇതെന്താണ്? തമിഴ്നാട്, ഇപ്പുറത്ത് കർണാടക. ഈ 2 സ്ഥലങ്ങളും ഒരു ജില്ലയുമായിട്ട് കൂട്ടിമുട്ടുന്നുണ്ട്. ഏതാണ് ആ ജില്ല? അത് വയനാടാണ് കേട്ടോ. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് ഏത് ജില്ലയാണ്? കേരളത്തിലെ ഏത് ജില്ലയാണ് 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത്? അതേതാണ്? വയനാടാണ്. ഏതാണ്? വയനാടാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഏതാണ്? ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ വയനാടാണ്. ഓക്കെ. അപ്പോ കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം എത്രയാണ്? കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം നിങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറൊക്കെ കിട്ടിയില്ല. ഒരു വട്ടം കൂടി പറയണോ? കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് എന്താണ്? കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് നമുക്കറിയാം. കേരളത്തിന്റെ കിഴക്ക് നിങ്ങൾക്ക് അറിയണില്ലേ? ഈ ഭാഗമാണ് കിഴക്ക്, ഇവിടെയാണ് പടിഞ്ഞാറ്, ഈ ഭാഗത്തായിട്ടാണ് വടക്ക്, ഇതാണ് തെക്ക്. ഇനി വടക്കും കിഴക്കും തെക്കൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ മുന്നിൽ കാണപ്പെടുന്നത്
ഇങ്ങനെ. ഇത് വടക്ക്. അത് നമുക്ക് എങ്ങനെ ആലോചിച്ചോക്കാം? മുമ്പിലല്ലേ വടക്ക്, മുമ്പിലാണ് വടക്ക്. നമുക്ക് എങ്ങനെ ആലോചിച്ചോക്കാം? നമ്മൾ മുമ്പിൽ നോക്കിയിട്ട് എന്ത് പറയും? വാടാന്ന് നമ്മൾ പറയും അല്ലേ? മുമ്പിൽ നോക്കിയിട്ട് നമ്മൾ വാടാന്ന് പറയില്ലേ? അപ്പൊ വടക്ക് മുമ്പിലാണ്. ഈ വടക്കിന്റെ ഓപ്പോസിറ്റ് ആണ് തെക്ക്. വടക്കിന്റെ ഓപ്പോസിറ്റ് തെക്ക്. വടക്ക് തെക്ക്. അപ്പൊ വാടാന്ന് മുമ്പിൽ നോക്കി പറയും. പിന്നെ നമുക്ക് ഡൗട്ട് വരിക കിഴക്കും പടിഞ്ഞാറുമാണ്. കിഴക്ക് വലത്തെ സൈഡിലാണ്. എന്താണ് നമ്മൾ കഴിക്കുന്നത്? ഏത് കൈ കൊണ്ടാണ് അല്ലെ? കഴിക്കുന്ന കൈയാണ് കിഴക്ക്. കഴിക്കുന്നത് വലത് കൈ കൊണ്ടാണ്. വലത് സൈഡിലാണ്. കഴിക്കുക കിഴക്ക്. കഴിക്കുക കിഴക്ക്. അവിടെ പോയി നോക്കിയിട്ട് നമ്മൾ എന്ത് പറയും? വാടാന്ന് പറയും. ഓക്കെ, വടക്ക്. വടക്ക്, വടക്കിന്റെ ഓപ്പോസിറ്റ് തെക്ക്. കഴിക്കുന്ന കൈയാണ് കിഴക്ക്. ഇപ്പുറത്ത് എന്താണ്? പടിഞ്ഞാറ്. അത് ക്ലിയർ ആണല്ലോ? അപ്പൊ അതും കഴിഞ്ഞു. അപ്പൊ കിഴക്ക് എന്താണ്? കേരളത്തിന്റെ കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടമാണ്. പടിഞ്ഞാറ് എന്താണ്? പടിഞ്ഞാറ് അറബിക്കടലാണ്. വടക്ക് കർണാടകയും. എവിടെ? തെക്ക് എന്താണ്? തെക്ക് എന്താണ്? നമ്മുടെ കന്യാകുമാരിയാണ് അല്ലെ? കന്യാകുമാരി തമിഴ്നാടാണ്. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഇനി നമ്മളോട് ചോദിക്കും തെക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ് കേട്ടോ. ഏതാണ്? തമിഴ്നാട്. ഇനി കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം എത്രയെന്ന് ചോദിച്ചാൽ 580 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം എത്ര എന്ന് ചോദിച്ചാൽ 580 കിലോമീറ്റർ ആണ്. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ടി വരില്ല. കേരളത്തിൽ 14 ജില്ലകൾ. അതിൽ എത്ര ജില്ലകളിലാണ് എന്തുള്ളത്? കടൽ തീരം ഉള്ളത്? 9 ജില്ലകളിലാണ് കടൽ തീരം ഉള്ളത്. കടലില്ലാത്ത ജില്ല എത്രയാണ്? 5 ജില്ലകളിൽ കടലില്ല. ഓക്കെ, കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ 5 ആണ്. ഓക്കെ, അപ്പൊ എത്ര ജില്ലകളിലാണ് കടൽ തീരം ഉള്ളത്? 9 ജില്ലകളിലാണ്. ഇല്ലാത്ത 5 ജില്ലകൾ നമ്മൾ പഠിക്കണം. അതിനു മുമ്പ് ഈ ദൈർഘ്യം എന്തായാലും കാണാതെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ എത്രയാണ് കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം എത്രയെന്ന് ചോദിച്ചാൽ 580 കിലോമീറ്റർ ആണ്. എത്രയാണ്? 580 കിലോമീറ്റർ ആണ്. ഇതുപോലെ തന്നെ നമുക്ക് ഒന്നും കൂടി പഠിക്കാണ്ട് തെക്ക് വടക്ക് ദൈർഘ്യം. ഓക്കെ, അതും നമുക്ക് പഠിക്കാം. രണ്ടും നമുക്ക് കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ തന്നെ നമ്മൾ ഇന്ന് പഠിച്ച് തീർക്കും. ആ കാര്യത്തിൽ നിങ്ങൾക്ക് പേടിയൊന്നും വേണ്ട. അപ്പൊ കടൽ തീര ദൈർഘ്യം 580 കിലോമീറ്റർ ആണ്. ഓക്കെ, തെക്ക് വടക്ക് ദൈർഘ്യം എത്രയാണ്? 560 കിലോമീറ്റർ ആണ്. നമുക്ക് എങ്ങനെ ആലോചിച്ചൊക്കെ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ഇനി ആ സമയത്ത് അവിടെ പോയി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട. ഇവിടെ നമുക്ക് എന്താണ്? കടൽ തീര ദൈർഘ്യം 580. ഇവിടെ നമുക്ക് രണ്ട് കണക്കാണുള്ളത്. ഒന്ന് 580 കിലോമീറ്ററും ഒന്ന് 560 കിലോമീറ്റർ. നിങ്ങൾക്ക് എന്തുണ്ടാവും? ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. മാറാതിരിക്കാൻ ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ കുറെ കാലമായിട്ട് ഇപ്പോ 25, 26, 27 ഒക്കെ വയസ്സായിട്ട് നമ്മൾ ഇങ്ങനെ വെറുതെ നടക്കുന്ന ഒരാളെ നോക്കിയിട്ട് നമ്മൾ എന്ത് പറയും? ഒരാളെ നോക്കിയിട്ട് ചോദിക്കും അവൻ ഇപ്പൊ എന്താ ചെയ്യുന്നത് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് പറയും? 5-6 വർഷമായിട്ട് അവൻ തെക്ക് വടക്ക് നടക്കുകയാണ് അല്ലെ? 5-6 വർഷമായിട്ട് അവൻ തെക്ക് വടക്ക് നടക്കുകയാണ്. 5-6 വർഷം. 5-6 560 തെക്ക് വടക്ക് ദൈർഘ്യം. ഓക്കെ, അപ്പൊ 5-6 വർഷമായിട്ട് തെക്ക് വടക്ക് നടക്കുകയാണ്. 5-6 560 5-6 0 560 തെക്ക് വടക്ക് ദൈർഘ്യം. 5-6 വർഷമായിട്ട് അവൻ തെക്ക് വടക്ക് നടക്കുകയാണ്. ഓക്കെ, 5-6 വർഷമായിട്ട് അവൻ തെക്ക് വടക്ക് നടക്കുകയാണ്. അപ്പൊ അതും കിട്ടിയല്ലോ. അപ്പൊ കടൽ തീര ദൈർഘ്യം എത്രയെന്ന് ചോദിച്ചാൽ 580 കിലോമീറ്ററും മറ്റേ തെക്ക് വടക്ക് ദൈർഘ്യം എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്? 560 കിലോമീറ്ററും. ഇനി കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ 5 എണ്ണമാണെന്ന് നമ്മൾ പഠിച്ചു. എണ്ണം ചോദിച്ചാൽ നമുക്ക് എന്തായാലും കിട്ടും. എത്രയാണ്? 5 ജില്ലകൾക്കാണ് കടൽ തീരം ഇല്ലാത്തത്. അപ്പൊ നമുക്ക് ചോദ്യം വരും, താഴെ തന്നിരിക്കുന്നത് കടൽ തീരം ഇല്ലാത്ത ജില്ലകളിൽ പെടാത്തവൻ ഏത്? ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടണ്ടേ? ഏതൊക്കെയാണ്? പത്തനംതിട്ട. പത്തനംതിട്ടയിൽ കടൽ തീരം ഇല്ല. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, പിന്നെ ഏതാണ്? വയനാട്. ഓക്കെ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട് രണ്ടും നമുക്ക് കിട്ടും. എന്താണ്? രണ്ടിലും വേറൊരു സാധനം കൂടി ഇല്ലല്ലോ. എന്താണ്? റെയിൽവേ ഇല്ലാത്തത്. ഓക്കെ, റെയിൽവേ ഇല്ലാത്തത് എവിടെയെന്ന് ചോദിച്ചാൽ ഇടുക്കി, വയനാട് ഉണ്ട്. അപ്പൊ ആ 2 ജില്ലകൾ നമുക്ക് കിട്ടും. പിന്നെ ഏതൊക്കെയാണ്? പത്തനംതിട്ട, കോട്ടയം, പിന്നെ ഈ 2 ജില്ലകൾ കിട്ടും എന്ന് ഞാൻ പറഞ്ഞു. ഏതാണ്? ഇടുക്കി, വയനാട് എന്നീ 2 ജില്ലകൾ കിട്ടും. പിന്നെ ഏതാണ് നമുക്ക് പഠിക്കാനുള്ളത്? പാലക്കാട്. ഓക്കെ, ഈ ജില്ലകളിൽ ഉള്ള ആളുകൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, പാലക്കാട് ഉള്ള ആളുകൾക്കാണെങ്കിൽ അവർക്കറിയും അവിടെ കടൽ തീരമില്ല. അപ്പൊ പാലക്കാട് ഉള്ളവർക്ക് കിട്ടും, പത്തനംതിട്ട ഉള്ളവർക്ക് കിട്ടും, കോട്ടയം കിട്ടും, ഇടുക്കി, വയനാടുവർക്കൊക്കെ കിട്ടും. അപ്പൊ ഈ ജില്ലകളിലുള്ള ആ ഒരു ജില്ല മാത്രമല്ലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. 2 ജില്ലകൾ നമ്മൾ അറിഞ്ഞു. എന്താണ്? 2 ജില്ലകളിൽ എന്തും ഇല്ല. എന്തില്ല? റെയിൽവേ ലൈനും ഇല്ല. അപ്പൊ റെയിൽവേ ഇല്ലാത്ത 2 ജില്ലകൾ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുവേ. ഏതാണ്? വയനാടും ഇടുക്കിയാണ്. ഓക്കെ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട്, പാലക്കാട് എന്നീ ജില്ലകളിലാണ് എന്തില്ലാത്തത്? കടൽ തീരം ഇല്ലാത്തത്. ഇനി നമുക്ക് കാണാതെ സെറ്റ് ആക്കേണ്ടത് ഇനി എന്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്യും. ഏതൊക്കെയാണ്? പത്തനംതിട്ട. ഒന്ന് കിട്ടിയേ? പത്തനംതിട്ട. ഓക്കെ, ഒന്ന് പത്തനംതിട്ട. അപ്പൊ പാ വെച്ച് 2 ഉണ്ട്. പത്തനംതിട്ട, പാലക്കാട് ഉണ്ട്. അത് ഓക്കെ. പത്തനംതിട്ട, കോട്ടയം അല്ലെ? പത്തനംതിട്ട, കോട്ടയം, പിന്നെ ഏതാണ്? ഇടുക്കി, വയനാട്, പാലക്കാട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട്, പാലക്കാട്. പത്തനംതിട്ട, കോട്ടയം, ഇതേ ഓർഡറിൽ തന്നെ നിങ്ങൾ എന്റെ ഒപ്പം ഒന്ന് പറഞ്ഞു തരുമോ? പത്തനംതിട്ട, കോട്ടയം, പിന്നെ ഏതാ? ഇടുക്കി, വയനാട്, പാലക്കാട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട്, പാലക്കാട് എന്നീ 5 ജില്ലകളിലാണ് എന്തില്ലാത്തത്? കടൽ തീരം ഇല്ലാത്തത്. ഓക്കെ,
ഇനി കടൽ തീരം കൂടുതലുള്ള ജില്ല ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് കണ്ണൂർ. കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് കണ്ണൂർ. ഏറ്റവും കൂടുതലുള്ള താലൂക്ക് ഏതാന്ന് ചോദിച്ചാൽ അത് ചേർത്തല താലൂക്കാണ് കേട്ടോ. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയിലാണ്. കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് കണ്ണൂർ. ഓക്കെ, തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരല്ലേ? തെയ്യങ്ങളുടെ നാട്, തിറകളുടെയും തറികളുടെയും നാട് എന്നറിയപ്പെടുന്നതും കണ്ണൂരാണ്. അപ്പോ കണ്ണൂരാണ് എന്തറിയപ്പെടുന്നത്? എന്താണ് ഏറ്റവും കൂടുതൽ കടൽ തീരം ഉള്ള ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് കണ്ണൂരാണ്. ഏറ്റവും കുറവ് കടൽ തീരം ഏറ്റവും കുറവുള്ള ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് കൊല്ലമാണ് കേട്ടോ. കടൽ തീരം ഏറ്റവും കുറവുള്ള ജില്ലയാണ് കൊല്ലം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പഠിച്ചത് തെക്കുവടക്ക് ദൂരം. ഓക്കെ, കേരളത്തിന്റെ തെക്കുവടക്ക് ദൂരം എത്രയെന്ന് ചോദിച്ചാൽ 560 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ തെക്കുവടക്ക് ദൈർഘ്യം എത്രയെന്ന് ചോദിച്ചാൽ 560 കിലോമീറ്റർ ആണ്. തെക്കുവടക്ക് ഇതിപ്പോ കേരളമാണെങ്കിൽ ഇത് തൊട്ട് ഇതുവരെയുള്ള ദൂരം, ഇത്രയുള്ള ദൂരമാണ് ഏത്? 560 കിലോമീറ്റർ. അപ്പൊ തെക്ക് വടക്ക് ദൂരം ശരാശരി വീതി എത്രയെന്ന് വെച്ചാൽ 60 കിലോമീറ്റർ. ഞാൻ ആ മാപ്പിൽ തന്നെ പോയി കാണിച്ചു തരാം കേട്ടോ. 60 കിലോമീറ്ററും ഏറ്റവും കൂടുതലാണ് 124, ഏറ്റവും കുറവ് 11. ഇനി ഞാൻ അവിടെ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. കേരളത്തിന്റെ ഇത് തൊട്ട് ഇതുവരെയുള്ള ദൂരമാണ് 560 കിലോമീറ്റർ. ഓക്കെ, കേരളത്തിന്റെ ഇത് തൊട്ട് തെക്ക് വടക്ക് ദൈർഘ്യമാണ് 560 കിലോമീറ്റർ. അതാണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ, കേരളത്തിന്റെ ഇത് തൊട്ട് ഇതുവരെയുള്ള ദൂരമാണ് 560 കിലോമീറ്റർ. അത് തെക്ക് വടക്കാണ്. നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? അവൻ 5-6 വർഷമായിട്ട് തെക്ക് വടക്ക് നടക്കുകയാണ്. അപ്പോൾ തെക്ക് വടക്ക് 560 തെക്ക് വടക്ക് ദൈർഘ്യം, അത് നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ ഇവിടെ പഠിച്ചത് ശരാശരി വീതിയാണ്. വീതി എന്ന് പറയുമ്പോൾ ഈ സാധനമല്ലേ? ഈ സാധനമാണ് വീതി. ഈ സാധനമല്ലേ വീതി? അപ്പൊ വീതി എത്രയാണ്? വീതി ശരാശരി 60 കിലോമീറ്റർ ആണ്. ശരാശരിയാണ് വീതി 60 കിലോമീറ്റർ. ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ ഏറ്റവും കൂടുതലുള്ള വീതി എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്? 124 ആണ്. ഓക്കെ, കണ്ടോ? 124 കിലോമീറ്റർ ആണ്. 124 കിലോമീറ്റർ ആണ്. ഇടുക്കി, എറണാകുളം എന്നിവിടെയാണ് ഈ ലൈന് കടന്നു പോകുന്നത്. ലൈനല്ല, ഈ ഒരു ദൂരം. ഓക്കെ, അപ്പൊ എത്രയാണ്? 124 കിലോമീറ്റർ ആണ് ഏറ്റവും കൂടുതലുള്ള വീതി. ഏറ്റവും കുറവ് എത്രയെന്ന് വെച്ചാൽ 11 കിലോമീറ്റർ. അവിടെ ആയിട്ട് വരും. ഓക്കെ, അവിടെയാണ് 11. കാസർഗോഡാണ് 11. അപ്പൊ അതും നമുക്ക് കിട്ടിയല്ലോ. ഈ കാസർഗോഡ് എന്താണ്? സപ്തഭാഷാ സംഘഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ് അല്ലെ? സപ്തഭാഷാ സംഘഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. പിന്നെ ഏതാണ്? ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാലും കാസർഗോഡാണ്. എത്ര നദികളാണ് ഒഴുകുന്നത്? എത്രയാണ്? എല്ലാവരും കമന്റ് ചെയ്യണേ. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികൾ എത്രയെന്ന് കമന്റ് ചെയ്യണം. പിന്നെ എത്രയാണ്? 100 കിലോമീറ്ററിൽ കൂടുതലുള്ള എത്ര നദികൾ ഉണ്ടെന്നും കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ സപ്തഭാഷാ സംഘഭൂമി എന്നറിയപ്പെടുന്നത് ഇനിയിപ്പോ അവിടെ കൺഫ്യൂഷൻ വരും. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞുതരാം. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നത് 12 നദികളാണ് കേട്ടോ. അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള ഒരു സാധനം, 100 കിലോമീറ്ററിൽ കൂടുതലുള്ള നദികൾ എത്രയെന്ന് ചോദിച്ചാൽ അത് 11 ആണ്. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നത് 12 നദികളാണ്. അപ്പൊ അവിടെ കൺഫ്യൂഷൻ വരരുത് കേട്ടോ. ഓക്കെ, സപ്തഭാഷാ സംഘഭൂമി എന്നറിയപ്പെടുന്നതും കാസർഗോഡാണ്. ഓക്കെ, ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ. ആരുടെ വരികളാണ് ഈ വരികൾ? ആരുടെയാണ്? എത്ര ആളുകൾക്ക് അറിയാം? ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം. നമ്മൾ കേരളത്തിനെ പറ്റിയൊക്കെ പഠിക്കണം, അപ്പൊ ഒന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ. ആരുടെയാണ്? വള്ളത്തോളിന്റെ വരികളാണ് അല്ലേ? മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. അതും ആരുടെ വരികളാണ്? മറ്റുള്ള അല്ലേ? വള്ളത്തോൾ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് പറഞ്ഞതും വള്ളത്തോളാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വീതി നീളമൊക്കെ കിട്ടിയല്ലോ. തെക്ക് വടക്ക് ദൈർഘ്യം എത്രയെന്ന് വെച്ചാൽ ഇത് തൊട്ട് ഇതുവരെ ഉള്ളത് നമ്മളിപ്പം വരച്ചു കാട്ടി തന്നു. ഇത് തൊട്ട് ഇതുവരെ ഉള്ളതാണ് തെക്ക് വടക്ക് ദൈർഘ്യം. 560 കിലോമീറ്റർ ആണ്. 5-6 വർഷമായിട്ട് അവൻ തെക്ക് വടക്ക് നടക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അതും കിട്ടും. അപ്പൊ 5-6 വർഷം തെക്ക് വടക്ക് അത് കിട്ടി. ശരാശരി വീതി എത്രയെന്ന് വെച്ചാൽ 60 കിലോമീറ്റർ ആണ് കേട്ടോ. ഈ ശരാശരി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. കൂടുതൽ കുറവ് നിങ്ങൾ അറിഞ്ഞിരുന്നില്ലെങ്കിലും, അറിഞ്ഞാൽ നല്ലതാണ്, അറിയുന്നത് കൂടുതൽ നല്ലതാണ്. അപ്പോ അറിഞ്ഞിരുന്നില്ലെങ്കിലും എന്തറിഞ്ഞിരിക്കണം? എന്തായാലും നിങ്ങൾ ശരാശരി വീതി എത്രയെന്ന് അറിഞ്ഞിരിക്കണം. എത്രയാണ്? 60 ആണ് കേട്ടോ. ഈ 560 ഒരു 60 ഉണ്ട്. അത് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി കേരളത്തിന്റെ ഭൂപ്രകൃതി. കേരളത്തിൽ 3 ഭൂപ്രകൃതികളാണുള്ളത്: മലനാട്, ഇടനാട്, തീരപ്രദേശം. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. ഓക്കെ, കിഴക്ക് ഭാഗത്താണ് മലനാടിലെ. കിഴക്ക് ഭാഗത്ത് മലനാടാണ് കൂടുതൽ കാണപ്പെടുന്നത്. നമ്മൾ പഠിച്ചു പശ്ചിമഘട്ട മലനിരകൾ കിഴക്ക് ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ പശ്ചിമഘട്ടം അല്ലെ മലകളാണ്. അപ്പൊ മലനാട് കിഴക്ക് ഭാഗത്ത് കൂടുതലും മലകളാണ് കേട്ടോ. കിഴക്ക് ഭാഗത്ത് കൂടുതലും മലകളാണ്. അപ്പൊ മലനാട് ഏറ്റവും കൂടുതൽ ഉള്ള ഭൂപ്രകൃതി ഏതാന്ന് ചോദിച്ചാലും മലനാടാണ്. ഓക്കെ, ഏറ്റവും കുറവ് ഏതാന്ന് ചോദിച്ചാൽ അത് തീരപ്രദേശമാണ് കേട്ടോ. ഓക്കെ,
അപ്പൊ നമുക്ക് നോക്കി തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോവാ. അപ്പൊ മലനാട്, കേരളത്തിൽ മലനാട് എത്ര ശതമാനമുണ്ട്? 48% മലനാട്. അത് നമുക്ക് സിമ്പിൾ ആയി പഠിക്കാം. 48, 42, 10. ഓക്കെ, 48, 42, 48ഉം 42ഉം കൂട്ടി എത്രയാണ്? 90ആണ്. പിന്നെ ബാക്കിയുള്ളത് 10 അല്ലേ? അപ്പൊ തീരപ്രദേശമാണ് 10%. 48 ഏതാണ്? മലനാട് 48%, ഇടനാട് 42%, തീരപ്രദേശം 10%മാണ് ഉള്ളത്. ഇനി മലനാടായിട്ട് കണക്കാക്കുന്നത് എത്ര മീറ്ററിൽ കൂടുതൽ ഉള്ളതാണ്? 75 മീറ്ററിൽ കൂടുതൽ. അത് ഞാനിവിടെ വരച്ച് കാട്ടിത്തരാം. ഇത് 75 മീറ്റർ, ഇതാണ് 75 മീറ്റർ. സോറി, അത് അവിടെ വന്നാൽ ശരിയാവില്ല. ഇത് 75 മീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇത് 75. ഈ ഭാഗത്തായിട്ടാണ് 7.5 മീറ്റർ. 7.5 മീറ്റർ ആണ് ഈ ഭാഗത്ത് കാണപ്പെടുന്നത്. ഈ 75 മീറ്ററിന് മുകളിൽ പോകുന്നത്, ഈ മുകളിൽ കാണപ്പെടുന്നതൊക്കെ മലനാടായിട്ടാണ് കണക്കാക്കുന്നത്. 75 മീറ്ററിന് മുകളിൽ. ഇനി അടി എത്രയെന്ന് ചോദിച്ചാൽ 250 അടിയാണ് കേട്ടോ. 250 അടിയാണ്. ഓക്കെ, 250 അടിക്ക് മുകളിൽ അല്ലെങ്കിൽ 75 മീറ്ററിന് മുകളിൽ കാണപ്പെടുന്നതൊക്കെ മലനാടായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഓക്കെ, മലനാടാണ്. 75 മീറ്ററിന് മുകളിലാണ് മലനാട്. അത് നമുക്ക് കിട്ടി. ഏതാണ് മലനാട്? 75 മീറ്ററിന് മുകളിലാണെന്ന് കിട്ടി. ഇനി ഇടനാട്, ഇടയിലായിട്ട് കാണപ്പെടുന്നത് ഈ ഭാഗമാണ് ഇടനാട്. 75 മീറ്ററിനും 7.5 മീറ്ററിനും അല്ലെങ്കിൽ 7.5 മീറ്ററിനും എങ്ങനെ പറഞ്ഞാലും 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന ഈ ഭാഗമാണ് ഇടനാട്. ഇടയിലല്ലേ? അപ്പൊ ഇടനാടല്ലേ? ഓക്കെ, മലനാട് 75 മീറ്ററിന് മുകളിലും 75 മീറ്ററിനും 7.5 മീറ്ററിനും ഇടയിലായിട്ട് കാണപ്പെടുന്നത് ഇടനാടും, 7.5 മീറ്ററിൽ താഴെ അഥവാ 25 അടിയിൽ താഴെ കാണപ്പെടുന്നത് തീരപ്രദേശവുമാണ്. ഓക്കെ, അപ്പൊ മലനാട്, ഇടനാട്, തീരപ്രദേശം 48%, 42%, 10%. മലനാട് 48%, ഇടനാട് 42%, തീരപ്രദേശം 10%. അപ്പൊ 75% കൂടുതൽ കാണപ്പെടുന്നതൊക്കെ മലനാടാണ് അല്ലേ? നമുക്ക് സാമാന്യമായിട്ട് ചിന്തിച്ചാൽ ഒരു മലക്ക് 75 മീറ്ററിൽ മുകളിൽ എത്ര ഹൈറ്റ് ഉണ്ട്? അങ്ങനെ ആലോചിച്ചാൽ മതി. മലയല്ലേ, മലക്കല്ലേ എത്ര ഹൈറ്റ് ഉണ്ടാവുള്ളൂ? ഇടനാട് മണ്ടയിൽ ഉണ്ടാവില്ലല്ലോ. ഇല്ലല്ലോ, ഇടനാട് മലയല്ലേ, അതിന്റെ മുകളിൽ ഉണ്ടാവും. നമുക്ക് ഈ പേരിൽ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത് കാണാതെ പഠിച്ച് പരിഭ്രാന്തി വരുത്തൊന്നും വേണ്ട. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളൂ. സിമ്പിൾ ആയിട്ട് ഒന്ന് അറിഞ്ഞു പഠിച്ചാൽ മതി. 75 മീറ്ററിന് മുകളിൽ കാണപ്പെടുന്നത് മലനാട്. കാരണം എന്താണത്? മലയാണ്. ഓക്കെ, മലയൊക്കെ 75 മീറ്ററിന് മുകളിൽ ഉണ്ടാവും. അപ്പൊ മലനാട് 75 മീറ്ററിന് മുകളിലും, ഇടനാട് ചെറു കുന്നുകളും താഴ്വരകളൊക്കെയാണ് ഈ ഇടനാട് എന്ന് കാണപ്പെടുന്നത്. ഓക്കെ, ഇടനാട് എത്രയാണ്? ഇടനാട് 42%. 75 മീറ്ററിനും 7.5 മീറ്ററിനും ഇടയിലായിട്ടാണ് ഇടനാട്. ഓക്കെ, 75 മീറ്ററിനും 7.5 മീറ്ററും. ഈ 7 സമുദ്രനിരപ്പിൽ നിന്നാണ് കേട്ടോ. അത് എവിടെ നിന്നാണെന്ന് പഠിക്കണം. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിന് മുകളിൽ നിന്നൊക്കെയാണ് കൊടുക്കുക. ഓക്കെ, അപ്പോ 7.5 മീറ്ററിൽ താഴെ കാണപ്പെടുന്നതൊക്കെ തീരപ്രദേശമാണ്. ഓക്കെ, അപ്പൊ ആ കണക്കും നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, അപ്പൊ 75 മീറ്ററിന് മുകളിൽ ഏതാണ്? മലനാടാണ്. ഓക്കെ, നദികളുടെ ഉത്ഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. നദികൾ ഉത്ഭവിക്കുന്നത് മലകളിൽ നിന്നാണ്. നമുക്കറിയാം നദികൾ ഉത്ഭവിക്കുന്നത് എവിടുന്നാണ്? മലകളിൽ നിന്നാണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയുന്ന കാര്യമാണ്. ഇനി അതിനായിട്ട് നിങ്ങൾ മലനാട്ടിൽ നിന്നുമാണ് നദികൾ ഉത്ഭവിക്കുന്നത് അങ്ങനെ കാണാതെ പിന്നെയും പഠിക്കേണ്ട കാര്യമില്ല. മലനാട്ടിൽ നിന്നുമാണ് നദികൾ ഉത്ഭവിക്കുന്നത്, മലനാട്ടിൽ നിന്നാണ് നദികൾ, അങ്ങനെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു മലയുടെ മണ്ടയിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. നമ്മൾ ചെറുപ്പം തൊട്ട് അറിയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ മലയുടെ മുകളിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? നദികൾ ഉത്ഭവിക്കുന്നത്. അപ്പൊ നദികളുടെ ഉത്ഭവസ്ഥാനം ഏത് ഭൂപ്രകൃതിയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മലനാടാണ്. സിമ്പിൾ അല്ലേ? അപ്പൊ അതും കിട്ടി. ഇനി മലനാട്ടിൽ കൃഷി ചെയ്യുന്നത്, ആ കൃഷി നമുക്ക് ആലോചിക്കാനുള്ളത് ഈ മൂന്നാർ, ഊട്ടിയൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സാധനമാണ് തേയില, കാപ്പി. ഓക്കെ, ഏലം, റബ്ബർ. തേയില, കാപ്പി, ഏലം, റബ്ബർ എന്നിവയാണ് മലനാട്ടിൽ കൂടുതലായും കൃഷി ചെയ്യുന്നത്. ഓക്കെ, ഈ റബ്ബർ ഇടനാട്ടിലും ഉണ്ട്. ഓക്കെ, അപ്പൊ കൂടുതലായും എന്താണ്? തേയില, കാപ്പി, ഏലം, റബ്ബർ എന്നിവയാണ് മലനാട്ടിൽ കൃഷി ചെയ്യുന്നത്. ഓക്കെ, ഇനി മലനാട്ടിൽ കൃഷി ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏവ അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ മലനാട്ടിൽ കൃഷി ചെയ്യുന്നതിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചിട്ട് താഴെ ഏത് തരും? നെല്ല് തരും. നെല്ലുണ്ടോ? നെല്ല് മലനാട്ടിലാണോ കൃഷി ചെയ്യുക? അല്ല, തീരപ്രദേശങ്ങളിലാണ് നെല്ല് കൃഷി ഉണ്ടാവുക. അപ്പോ എന്ത് നമ്മൾ പഠിക്കണം? കൃഷി ചെയ്യുന്നത് ഏതൊക്കെയാണ്? തേയില. സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. നിങ്ങൾ ഇനി കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. സിമ്പിൾ ആയിട്ട് നമുക്കറിയാം, മല കയറി പോകുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ് അല്ലേ? ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടും. അപ്പൊ എന്താണ്? തേയില, കാപ്പി. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. നിങ്ങൾ കാണാതെ ഒരുപാട് സ്ട്രെസ് എടുത്ത് പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നത്. എന്താണ്? നിങ്ങൾ മുകളിലേക്ക് പോകുന്തോറും, മലയുടെ മുകളിലേക്ക് പോകുന്തോറും എന്തൊക്കെ കാണും? തേയില, കാപ്പി, ഏലം, റബ്ബർ. ഓക്കെ, അപ്പൊ കൃഷി നമുക്ക് കിട്ടിയല്ലോ. കേരള സംസ്കാരത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് മലനാടാണ്. എന്തുകൊണ്ടാണ്? പണ്ട് തൊട്ട് ഏറ്റവും പഴയ ഭൂപ്രകൃതി ഏത്? കേരളത്തിലെ ഏറ്റവും പഴയ ഭൂപ്രകൃതി ഏതെന്ന് ചോദിച്ചാൽ അത് മലനാടാണ് കേട്ടോ. ഏതാണ്? മലനാടാണ്.
ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ അല്ലെങ്കിൽ മഴക്കാടുകൾ കാണപ്പെടുന്നു. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ അല്ലെങ്കിൽ മഴക്കാടുകളാണ് കാണപ്പെടുന്നത്. മഴക്കാടുകൾക്ക് ഉദാഹരണം ഏതാണ്? സൈലന്റ് വാലിയാണ് അല്ലെ? ഏതാണ്? സൈലന്റ് വാലി. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന്? ഏതാണ്? പാലക്കാട് ജില്ലയിലാണ് അല്ലെ? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ്. ഓക്കെ, അതായത് എന്റെ ജില്ല എന്റെ താലൂക്ക്. ഓക്കെ, അപ്പൊ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എപ്പോ ഇതിനെപ്പറ്റി പറയുമ്പോഴും ഇത് എന്റെ ജില്ല എന്ന് പറയും. കാരണം അഭിമാനത്തോടു കൂടി പറയാലോ, ഇവിടെ അടുത്താണ് സൈലന്റ് വാലി, അട്ടപ്പാടി, കാഞ്ഞിരപ്പുഴ. അത് ഞാൻ എന്റെ ജില്ലനെ പൊക്കില്ല, കാരണം ബാക്കി ജില്ലക്കാർക്ക് ഒരുപാട് പറയാനുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ അതും പറയുന്നില്ല. അപ്പൊ സൈലന്റ് വാലി എവിടെ സ്ഥിതി ചെയ്യുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക കേട്ടോ. എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ, ഇനി അടുത്തത് ഇടനാട്. ഇടനാടിന്റെ ശതമാനം നമ്മൾ പഠിച്ചിരുന്നത് എത്രയാണ്? മലനാട് 48% ഇടനാട് എത്രയാണ്? 42%. ഇടനാട് എത്രയാണ്? അതിന്റെ അളവും നമ്മൾ പഠിച്ചതാണ്. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലായിട്ടാണ് ഇടനാട് കാണപ്പെടുന്നത് നമ്മൾ പഠിച്ചതാണ്. അവിടെ നിന്നും എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ്, ഇടനാട്ടിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണാണ് കേട്ടോ. ഏതാണ്? ചെങ്കൽ മണ്ണ്. നമ്മളോട് ഇങ്ങനെ ചോദിച്ചാലും അത് ശരിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത് എന്ന് ചോദിച്ചാലും അത് ലാറ്ററൈറ്റ് മണ്ണാണ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? അത് എക്കൽ മണ്ണാണ് കേട്ടോ, അഥവാ അല്ലൂവിയൽ സോയിൽ. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്? എക്കൽ മണ്ണാണ്. നെല്ല് അല്ലു. ഓക്കെ, നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് നെല്ല് അല്ലൂവിയൽ സോയിൽ. അല്ല എന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പൊ നെല്ല് അല്ലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. അത് നമുക്ക് കണക്ട് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നുണ്ട്. കാരണം എന്താ? തീരപ്രദേശത്ത്, നമ്മുടെ കേരളത്തിലെ തീരപ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാന്ന് വെച്ചാൽ എക്കൽ മണ്ണാണ്. അവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നെല്ലാണ്. അപ്പൊ നമുക്ക് അവിടെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പൊ എന്താണ് പഠിച്ചത്? ഇടനാട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് സോയിൽ അഥവാ ചെങ്കൽ മണ്ണ്. ഏതാണ്? ചെങ്കൽ മണ്ണ്. ഈ ലാറ്ററൈറ്റ് സോയിൽ അതിന്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നതാണ് ലാറ്ററൈസേഷൻ. ആ മണ്ണ് നിർമ്മാണം അറിയപ്പെടുന്നതാണ് ലാറ്ററൈസേഷൻ. അതായത് തന്നെ ഉണ്ടല്ലോ, ലാറ്ററൈറ്റ് സോയിൽ, ലാറ്ററൈസേഷൻ. സിമ്പിൾ ആണ്. ഓക്കെ, മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താന്ന് ചോദ്യം വരാറുണ്ട് അല്ലെ? മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. അന്താരാഷ്ട്ര മണ്ണ് വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ 2015. അന്താരാഷ്ട്ര മണ്ണ് ദിനം എപ്പോഴാന്ന് ചോദിച്ചാൽ December 5. അത് നമുക്കറിയാം. അപ്പൊ മണ്ണ് വർഷം 2015, മണ്ണിനെ കുറിച്ചുള്ള പഠനം. ഓക്കെ, മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താ? മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താന്ന് ചോദിച്ചാൽ അതെന്താണ്? പെഡോജെനിസിസ്. പെഡോളജി മണ്ണിനെ കുറിച്ചുള്ള പഠനം. പെഡോജെനിസിസ്, മണ്ണ് രൂപം കൊള്ളുകയാണ്, മണ്ണ് ജനിക്കുകയാണ് അല്ലെ? അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തു. മണ്ണ് ജനിക്കല്ലേ? പെഡോജെനിസിസ്, മണ്ണ് ജനിക്കുകയാണ്. അപ്പൊ പെഡോളജി മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് പെഡോജെനിസിസ്. ഓക്കെ, പെഡോജെനിസിസ്. അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015. അറിഞ്ഞു വെക്കണേ. പയർ വർഷമാണ് 2016. ഓക്കെ, അപ്പൊ അതൊന്നും ജസ്റ്റ് അറിഞ്ഞു വെക്കുക. അപ്പൊ ലാറ്ററൈറ്റ് മണ്ണാണ് ഇടനാട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത് തെങ്ങ്, അടക്ക, റബ്ബർ, കുരുമുളക്, കശുവണ്ടി, വാഴ എക്സെട്ര കുറെ ഉണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. തെങ്ങ്, അടക്ക, റബ്ബർ, കുരുമുളക്, കശുവണ്ടി, വാഴ, ഇതൊക്കെയാണ് ഇടനാട്ടിൽ കൃഷി ചെയ്യുന്നത്. അവിടെ കൂടുതലായും കാണപ്പെടുന്നത് ഇലപൊഴിയും വനങ്ങളാണ്. ഓക്കെ, മേലെ കാണപ്പെടുന്നത്, മലനാട്ടിൽ കാണപ്പെടുന്നത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ അല്ലെങ്കിൽ മഴക്കാടുകളാണെങ്കിൽ ഇവിടെ ഇലപൊഴിയും വനങ്ങളാണ്. ഏതാണ്? ഇലപൊഴിയും വനങ്ങളാണ്. അപ്പൊ ഇവിടെയും കിട്ടിയല്ലോ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് നമുക്ക് മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത്. പിന്നെ കൃഷി നമുക്ക് സാമാന്യ ബോധം വെച്ച് നമുക്ക് കിട്ടും. ഏതൊക്കെയാണ്? തെങ്ങ്, അടക്ക, റബ്ബർ, കുരുമുളക്, കശുവണ്ടി, വാഴ, അങ്ങനെ എക്സെട്ര. ഓക്കെ, അടുത്തത് തീരപ്രദേശം. ലാസ്റ്റത്തെ നമ്മുടെ ഭൂപ്രകൃതിയാണ് തീരപ്രദേശം. നമ്മൾ പറഞ്ഞു ഏറ്റവും കുറവുള്ളത് തീരപ്രദേശമാണ്. നമ്മൾ മലനാട് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി പഠിക്കണം. കേരളത്തിൽ മലകൾ കാണപ്പെടാത്ത ജില്ല ഏതെന്ന് ചോദിക്കും. കേരളത്തിൽ 13 ജില്ലകളിലും മലകൾ കാണപ്പെടുന്നുണ്ട്, ഒരു ജില്ലയിൽ ഒഴികെ. ഏതാണ് ആ ജില്ല? ആലപ്പുഴയാണ് കേട്ടോ. ഓക്കെ, ആലപ്പുഴയാണ് കേരളത്തിൽ. എന്താണ് ആലപ്പുഴ? എന്താണ് അറിയപ്പെടുന്നത്? കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ കേട്ടോ. അപ്പോ അറിഞ്ഞു വെക്കുക, കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് 1859 ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത്. 1859 നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്. ചാന്നാർ ലഹള നടന്ന വർഷമാണ് 1859. അപ്പൊ ആദ്യ കയർ ഫാക്ടറി സ്ഥാപിതമായ ജില്ല ഏതാന്ന് ചോദിച്ചാൽ ആലപ്പുഴയാണ് കേട്ടോ. 1859 ആദ്യ കയർ ഫാക്ടറി സ്ഥാപിതമായത്. ഓക്കെ, അപ്പൊ അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. പിന്നെ എന്താ നമ്മൾ പഠിച്ച്? കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നതും ആലപ്പുഴയാണ്. രാജാ കേശവദാസിന്റെ പട്ടണം എന്നറിയപ്പെടുന്നതും ആലപ്പുഴയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? മലകൾ കാണപ്പെടാത്ത ജില്ലയാണ് ആലപ്പുഴ. അതാണല്ലേ നമ്മൾ പറഞ്ഞു വന്നത്. മലകൾ കാണപ്പെടാത്ത കേരളത്തിലെ ജില്ല ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? അത് ആലപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ളത്. ഓക്കെ, ഏറ്റവും കൂടുതൽ തീരപ്രദേശം, കടൽ തീരമല്ല, ശ്രദ്ധിക്കണം. എന്താണ്? തീരപ്രദേശം. ഓക്കെ, അടിഭാഗം 7.5 മീറ്ററിൽ താഴെ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ തീരപ്രദേശം കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചാലും ആലപ്പുഴയാണ് കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. അപ്പൊ 7.5 മീറ്ററിൽ താഴെയാണ് നമ്മൾ എന്ത് പറഞ്ഞു? ഏതാണ്? തീരപ്രദേശം. ഓക്കെ, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. നമ്മൾ പഠിച്ചു നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് അല്ലേ? നെല്ല്, തെങ്ങ് എന്നിവ കൃഷി ചെയ്യുന്നത്
എവിടെയാണ്? തീരപ്രദേശത്താണ്. അപ്പൊ നെല്ലാണ് നമ്മൾ കൂടുതലായും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. തീരപ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? എക്കൽ മണ്ണാണ്. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നെല്ലാണ്. ഓക്കെ, തീരപ്രദേശം ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ആലപ്പുഴ. ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ജനസാന്ദ്രത കൂടുതൽ ഏത് ഭൂപ്രകൃതിയിലാണെന്ന് ചോദിച്ചാൽ ജനസാന്ദ്രത കൂടുതൽ എവിടെയാവും? എവിടെയാണ്? തീരപ്രദേശത്താണ് കേട്ടോ. ജനസാന്ദ്രത കൂടിയ ഭൂപ്രകൃതി ഏതെന്ന് ചോദിച്ചാൽ തീരപ്രദേശമാണ്. ജില്ല ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. ഓക്കെ, ആലപ്പുഴ ജില്ലയാണ്. അപ്പൊ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കിട്ടിയല്ലോ. ഇത്ര ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? കേരളത്തിൽ മല കാണപ്പെടാത്ത ജില്ലയാണ് ഏതാണ്? കേരളത്തിൽ മലകൾ കാണപ്പെടാത്ത ജില്ലയാണ് നമ്മുടെ ആലപ്പുഴ അല്ലെ. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ലയാണ് ആലപ്പുഴ. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ് വയനാട്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് പഠിച്ച ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? എന്തായാലും നിങ്ങളെ അക്ഷാംശ രേഖ, കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനവും രേഖാംശ സ്ഥാനവും മറക്കാതെ പഠിക്കണം. ഒരു വട്ടം കൂടി നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എത്രയാണ് അക്ഷാംശ സ്ഥാനം? കേരളത്തിന്റെ 8 ഡിഗ്രി 18-നും പിന്നെ 12 ഡിഗ്രി 47-നും ഇടയിലാണ് കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം. കാരണം നിങ്ങൾക്ക് അത് കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗം ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും തവണ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് തരുന്നത് കേട്ടോ. ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്ന് വിചാരിക്കുന്നു. കാരണം റിപ്പീറ്റ് ചെയ്യണം. കാരണം നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ പോകണം. കാരണം നമ്മൾ ഈ പഠിച്ച ഒരു സാധനം നമുക്ക് അവിടെ പോയിട്ട് കൺഫ്യൂഷൻ കൊണ്ട് തെറ്റിക്കേണ്ടി വരരുത്. അതിന് വേണ്ടിയിട്ടാണ് പിന്നെയും പറഞ്ഞു തരുന്നത്. അപ്പൊ കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം ചോദിച്ചാൽ 8 ഡിഗ്രി 18-നും 12 ഡിഗ്രി 47-നും ഇടയിലും, രേഖാംശ സ്ഥാനം ചോദിച്ചാൽ 74 ഡിഗ്രി 52-നും 77 ഡിഗ്രി 24-നും ഇടയിലാണ് അല്ലേ. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഭൂമധ്യരേഖനെ പറ്റിയിട്ടും പഠിച്ചു, ഗ്രീനിച്ച് രേഖയെ പറ്റിയിട്ടും പഠിച്ചു. എല്ലാം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടു നോക്കുക. ഇനിയും ഞാൻ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് കേട്ടു നോക്കുക. നിങ്ങൾക്ക് അത് ക്ലിയർ അല്ലെങ്കിൽ തീർച്ചയായും ക്ലിയർ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്നാലും ഒരു വട്ടം കൂടി പറ്റുന്ന അത്ര റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര തവണ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ തോന്നുന്നു അത്രയും തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഒരു മടിയും വിചാരിക്കുന്നത്, പറ്റുന്ന അത്രയും തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. പെർഫെക്റ്റ് ആക്കിയിട്ട് തന്നെ എക്സാമിന് പോവുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയെന്ന് കമന്റ് ആയി രേഖപ്പെടുത്തുക. അപ്പൊ ഇതുപോലെ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.